പുലർച്ചെ 3:56 ഭൂചലനം. ശനിയാഴ്ച രാവിലെ 8:15 ചലനത്തിന് ശേഷമുള്ള തുടർചലനം സെക്കൻഡുകൾ നീണ്ടുനിന്നു. കുന്നംകുളം, ചൂണ്ടൽ, കേച്ചേരി, തൃത്താല, ആനക്കരയിലുമാണ് തുടർചലനം അനുഭവപ്പെട്ടത്. നമ്മൾ പാറയുള്ള കിണറ്റിലൊക്കെ വെടി പൊട്ടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുഴക്കം, ഭയങ്കര ശബ്ദത്തോട് പ്രകമ്പനമാണ് ഉണ്ടായത്. അത് ഞങ്ങളാകെ ഭയന്ന് പോയി. പിന്നെ ഇന്നലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റി ഇന്നലത്തെ ചലനത്തിന്റെ തുടർഭാഗങ്ങളായിരിക്കും. തുടർചലനം റിക്ടർ സ്കെയിലിൽ 2.9 തീവ്രത രേഖപ്പെടുത്തി. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുന്നംകുളം മരത്തംകോട്ടിലെ ഒരു വീട്ടിലെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടു. അങ്ങനെ സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ മോൻ കിടക്കണോടത്ത് ഒരു കട്ടങ്ങനെ വീഴാണ് ഉണ്ടായത്. മോനെ അവിടെ നിന്ന് ഏൽപ്പിച്ചു വേഗം അങ്ങനെ ഉണ്ടായത്. ഉറങ്ങിക്കിടന്ന പാറന്നൂർ നന്ദൻ എന്ന ആന ഭൂചലനത്തെ തുടർന്ന് ചാടി എഴുന്നേൽക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നു. നേച്ചർ നമുക്കിപ്പോൾ ഒരു ആനയുടെ ഞെട്ടി ഉണരുന്നത്, പേടിച്ച് ഉണരുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇതറിയാം. തലേ ദിവസം ഇതേപോലെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ആന വെള്ളം കുളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആന ഞെട്ടി തിരിഞ്ഞു. തുടർചലനങ്ങൾ മേഖലയിലെ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. പേടിയുണ്ട്, ഇനി എപ്പോഴുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്നതിന്റെ കാരണം കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മൊത്തത്തിൽ നാട്ടിലെല്ലാവരും പരിഭ്രാന്തരാണ്. രണ്ടാമത് അനുഭവപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ വന്ന് എന്താണ് അതിൻ്റെ എന്നുള്ളതൊന്ന് റവന്യൂവിൻ്റെ ആൾക്കാരും ഈ കാലാവസ്ഥയുടെ ആൾക്കാരും വന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ്. തുടർചലനം ഇനിയും ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി മാറ്റാൻ ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.